എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. എമ്പുരാൻ, ലൂസിഫർ. എന്താ കേൾക്കാൻ തന്നെ ഒരു സുഖം. ലാലേട്ടൻ പറഞ്ഞിട്ടില്ലേ, അതായത് ആദ്യം ലൂസിഫർ എന്ന് പേരിട്ടു, അതിനുശേഷം എമ്പുരാൻ, അതായത് ദൈവത്തിന് താഴെ മാലാഖക്ക് മുകളിൽ. ഇനി മൂന്നാമതൊന്ന് വരുന്നുണ്ട്, അതിന്റെ പേരെന്താന്നുള്ളത് കണ്ടു തന്നെ അറിയണം എന്നാ. അപ്പോൾ ആ സമയത്ത് സാറിന് അറിയാം. അറിയാഞ്ഞിട്ടൊന്നും അല്ല. എന്തായിരിക്കും? അല്ല, ദൈവം നേടുന്നുള്ളതാണോ? അതൊന്നും ആയിരിക്കൂല. എന്തായാലും ലാലേട്ടന് അങ്ങനെ ഒരു ചിന്ത ഉള്ളിൽ വന്നു, പറഞ്ഞ സമയത്ത് അങ്ങനെ വന്നത്. അതായത് ദൈവം അനുഗ്രഹിച്ച് അതിനൊരു നല്ല പേര് വരട്ടെ എന്നാക്കി, അങ്ങനെ എന്തോ ആക്കി. അതെ, ഇനിയിപ്പോ അതായത് ഇപ്പോൾ എമ്പുരാനെ വെച്ചിരിക്കുന്നത്, എമ്പുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് നേരെ താഴെ. അപ്പോൾ മറ്റൊരു പേര് വരണമെങ്കിൽ ഇനി ദൈവത്തിന്റെ മുകളിൽ വരേണ്ടി വരും. അല്ലെങ്കിൽ ദൈവമായിരിക്കേണ്ടി വരും. സത്യം. എന്താണെങ്കിലും നോക്കാം. ഓക്കെ, എന്തായാലും സ്ഫോടനം. ഓക്കെ, സ്ഫോടനം എന്ന ടൈറ്റിലിൽ റീൽസ് ബീക്കൺ ഒരു സ്പെഷ്യൽ മാഷപ്പ് ട്രിബ്യൂട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് വന്ന് കാണണം. ഓക്കെ, കണ്ടു നോക്കാം. എന്തായാലും നമുക്ക് അറിയാം കിടിലനായിരിക്കും. റീൽസ് ബീക്കൺ അല്ലേ, രോമാഞ്ച കഞ്ചുക ഉണ്ടാക്കും. അതാണ് ഡയലോഗിലൂടെ. അതെ, സെന്റ് പിടിക്കാനുള്ള പ്ലാനാണോ? അത് മാത്രം ചെയ്യരുത്. പാട്ട് കേട്ടിട്ട്. വർഷം 2018 അവസാനം ഏകാന്തമായ തീരത്ത് ഒരാൾ തിരകളെയും നോക്കി മുഖം താഴ്ത്തി നിൽപ്പുണ്ടായിരുന്നു. ആകാശത്ത് പടരുന്നത് ഇരുട്ടാണ്. അയാൾ പിന്നിലാക്കിയ സാമ്രാജ്യങ്ങളെയെല്ലാം വിഴുങ്ങാൻ കെൽപ്പുള്ള കൂരിരുട്ട്. ഇരുണ്ടുമൂടിയ കാർമേഘങ്ങൾക്ക് താഴെ ആ വലിയ രൂപം ആരാധകരുടെ കളിയാക്കലുകൾ ഏറ്റുവാങ്ങാൻ മാത്രമായി നിന്നു. മലയാളത്തിലെ അഭിനയ സാമ്രാട്ടിന്റെ മോശം സമയമായിരുന്നു അത്. ഇറങ്ങുന്ന സിനിമകളിൽ ഭൂരിഭാഗവും പരാജയം. ക്രിട്ടിക് വാല്യൂവിലും ഏറെ പിന്നോട്ട് തന്നെയായിരുന്നു യാത്ര. കായംകുളം കൊച്ചുണ്ണിയിലെ ക്യാമിയോ പോലെയുള്ള വിരലിലെണ്ണാവുന്ന മികച്ച കഥാപാത്രങ്ങൾ മാത്രമാണ് അയാൾ ചെയ്തത്. ഈ ഫ്ലോപ്പുകളുടെ ലിസ്റ്റുകൾ എടുക്കുകയാണെങ്കിലോ ഒരു നീണ്ട നിര തന്നെയുണ്ട്. 1991, നീരാളി, ഡ്രാമ എന്നിവയിൽ തുടങ്ങി അയാളുടെ കരിയറിൽ ഏറ്റവും ഹൈപ്പ് കിട്ടി. എന്നാൽ ഏറ്റവും വലിയ ട്രോൾ മെറ്റീരിയലായി മാറിയ ഒടിയൻ വരെ അയാളുടെ കരിയർ എത്തിയിരുന്നു. എല്ലാം കൊണ്ടും മോശം സമയം. ഇനി ഒരു ഹിറ്റ് കിട്ടാൻ എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് ആരാധകർ പോലും ആശങ്ക പ്രകടിപ്പിച്ചു. വലിയ വീമ്പ് പറച്ചിലൊന്നും ഇനി വേണ്ട. എടുക്കുന്ന പടങ്ങളെല്ലാം പൊട്ടുന്നു. അയാളുടെ കാലം കഴിഞ്ഞതും ഈ അടുത്തൊന്നും ഇനിയൊരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കേണ്ട. Yes, this man can never come back and this is a dead end. ബിഗ് ബ്രദർ എന്ത് വരുന്നു? ഓ, ആ മുഖത്തുള്ളതാണ് നോക്ക്. ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർക്ക് ഉപസിക്കാൻ പറ്റും. മോനെ തുടങ്ങുകയാണ്, സ്ഫോടനം തുടങ്ങുകയാണ്. പക്ഷേ രണ്ട് കല്ലുകൾ മാത്രം ഉരസി ഉണ്ടാകുന്ന ചെറിയ തീപ്പൊരികളിൽ നിന്നുമാണ് ലോകത്തെ തന്നെ വിഴുകുന്ന കാട്ടുതീ ഉണ്ടാകുന്നതെന്ന് അവർ മനസ്സിലാക്കിയില്ല. ഒരിക്കൽ ശാന്തമായിരിക്കുന്ന ആഴിയിൽ നിന്നുമാണ് ഇഹലോകത്തെ പോലും ഇല്ലാതാക്കാൻ പോകുന്ന സുനാമികൾ ഉത്ഭവിക്കുന്നതെന്നും അവർ തിരിച്ചറിഞ്ഞില്ല. അന്യായമായ ഇരുട്ടിൽ വേട്ടപ്പട്ടികൾ ചന്ദ്രനെ നോക്കി കുരയ്ക്കുക തന്നെ ചെയ്യും. ആ രാത്രിയുടെ മാത്രം ആയുസേയുള്ളൂവെന്ന് അതൊന്നും തിരിച്ചറിയുന്നുമില്ല. നോക്കി നിന്ന ആ വലിയ രൂപം പടരുന്ന ആകാശത്തിൽ പൊട്ടിവിടർന്ന പ്രകാശത്തെ കണ്ടു. വെല്ലുവിളിക്കാനായി വീണ്ടും മുന്നോട്ടോടിയവർ തിരിഞ്ഞു നോക്കിയ ആ മുഖം കണ്ട് ഞെട്ടി വിറച്ചു. ആ പ്രകാശം വെറുതെ വന്നതല്ല, അവൻ സൃഷ്ടിച്ചതാണ്. അതെ, തോൽവിയുടെ കാണാക്കായങ്ങളിൽ നിന്നും വിജയത്തിന്റെ മഹാസാമ്രാജ്യം കെട്ടിപ്പടുത്തുകൊണ്ട് അയാൾ തിരിച്ചു വരിക തന്നെ ചെയ്തു. അയാൾ പിന്നിലായി പോയ സമയത്ത് മറ്റുള്ളവർക്കെല്ലാം തൊടാൻ പോലും പറ്റാത്ത അയാൾ തന്നെ സെറ്റ് ചെയ്തു വെച്ച റെക്കോർഡ് അയാൾ തന്നെ ഒരിക്കൽ കൂടി ഭേദിച്ചിരിക്കുന്നു. സിനിമാ കൊട്ടകങ്ങൾ പൂരപ്പറമ്പായി. ആരാധകർ കരഘോഷങ്ങൾ ഉയർത്തി. വിമർശകരെല്ലാം വാ അടച്ചു തന്നെ വെച്ചു. മലയാള സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് മറ്റൊരു മാസ്റ്റർ ക്ലാസ് കൂടി അയാൾ സമ്മാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. മലയാള സിനിമയ്ക്ക് അതൊരു അഭിമാനം. ഇന്ത്യൻ സിനിമയ്ക്ക് അത്ഭുതം. മറ്റുള്ള ഫിലിം ക്രൂകൾക്കെല്ലാം ഏറെ ദൂരെ എത്തിപ്പിടിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഐക്കോണിക്. അതെ, നിങ്ങളുടെ ആവേശമായ സ്റ്റീഫൻ നെടുമ്പള്ളി.
രോമാഞ്ചമായ എബ്രഹാം ഖുറേഷി, പൃഥ്വിരാജ് സുകുമാരൻ എന്ന മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ സമ്മാനിച്ച മലയാളത്തിന്റെ മോഹൻലാൽ അവതരിച്ച സകലകാല ബ്ലോക്ക് ബസ്റ്റർ, ദി ബോക്സ് ഓഫീസ് അസാസിൻ, ഫാൻസ് ഫേവറിറ്റ്, ക്രിട്ടിക് ഫേവറിറ്റ്, ദ ഐക്കോണിക് സിനിമ, നൺ അതർ ദാൻ ലൂസിഫർ. അത്രല്ല മോളി സാധനം. പീക്ക് സിനിമ. പണ്ട് ഇതുപോലെ തന്നെ ഒരുപാട് ട്രോൾ വാങ്ങിയിരുന്ന മറ്റൊരു നടനുണ്ടായിരുന്നു. കുറച്ച് ഇംഗ്ലീഷ് പറഞ്ഞുവെന്ന തെറ്റിന്റെ പേരിൽ അഹങ്കാരിയായി കുത്തിയ ഒരു പയ്യൻ. അയാളുടെ ഇന്റർവ്യൂവിലെ കട്ട് ആൻഡ് കറക്റ്റ് മറുപടികൾ പോലും വലിയൊരു കൂട്ടം ജനത്തിനെ ചൊടിപ്പിച്ചു. സത്യം. അയാളന്ന് അതുപോലെ ഒരു ഇന്റർവ്യൂവിൽ തന്റെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു, ഒരു ഡയറക്ടർ ആകണമെന്ന്. അന്ന് അതിനൊക്കെ കിട്ടിയ ട്രോളിന് കയ്യും കണക്കുമില്ലായിരുന്നു. 90% വാക്കുകളെ വെറും അഹങ്കാരമായി തന്നെ കണ്ടവരായിരുന്നു. അയാൾക്ക് ഒരിക്കലും ഒരു സംവിധായകനാവാൻ പറ്റില്ലെന്ന മുൻവിധി, അല്ലെങ്കിൽ സംവിധാനം ചെയ്താലും മികച്ച ഒന്ന് കിട്ടില്ലെന്ന ഉറപ്പ്. അവൻ തന്നെ ചവിട്ടി പൊട്ടിച്ചു. ചെയ്ത ആദ്യ സിനിമ മലയാളത്തിലെ ഏറ്റവും വലിയ മോഹൻലാലിനൊപ്പം. ആ സിനിമ ഉണ്ടാക്കിയെടുത്തതോ ഭാവി കാലത്ത് പോലും പാടി നടക്കാൻ പറ്റുന്ന ഒരു ചരിത്രവും. അതുവരെ ഫ്ലോപ്പുകൾ സമ്മാനിച്ച മോഹൻലാലിനെ അയാൾ തിരിച്ചു കൊണ്ടുവന്നു. മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ പലവരെയും അയാൾ മാറ്റിമറിച്ചു. സിനിമാ സെറ്റിൽ നിന്നും ടെക്നിക്കൽ കാര്യം ചോദിച്ചതിന്റെ പേരിൽ ഇറക്കിവിട്ട സംവിധായകരെ കൊണ്ട് തന്റെ ഡേറ്റിന് വേണ്ടി ക്യൂ നിൽപ്പിച്ച പ്രതികാരം. സീനുകൾ തൂക്കി വിളിച്ച ജനത്തെ കൊണ്ട് തന്നെ തന്റെ സിനിമാ ടിക്കറ്റിന് വേണ്ടി തല്ലുകൂട്ടിയ പ്രതികാരം. നിന്നെ കൊണ്ട് പറ്റില്ലട എന്ന് പറഞ്ഞ സംവിധാനം എന്ന മേഖലയിലും മറ്റാർക്കും തൊടാൻ പറ്റാത്ത രീതിയിൽ എത്തിച്ചേർന്ന ഒരു നായകന്റെ പ്രതികാരം. അതവൻ തന്നെയാണ് ചെയ്ത ബ്രാൻഡ് ഡയറക്ടർ. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഇന്ത്യൻ സിനിമയിൽ എല്ലായിടത്തും പിടിപാടുള്ള, വേണ്ടി വന്നാൽ ഇന്ത്യയിൽ എല്ലായിടത്തും ഒരുപോലെ മാർക്കറ്റ് പിടിച്ചടക്കാൻ കെൽപ്പുള്ള ക്രൗഡ് പുള്ളിംഗ് ആക്ടർ പൃഥ്വിരാജ് സുകുമാരൻ. ചെങ്ങല ചവിട്ടി പൊട്ടിച്ചോ, അത് എന്താ ഡയലോഗ്. മോനെ, രാജാവിന് വേണ്ടി രാജാവ് ഇറങ്ങി വന്ന നിമിഷം. പ്രത്യേകതകൾ ഏറെയാണ്. ഒരു മാസ് ആക്ഷൻ ഡ്രാമ ആണെന്നിരിക്കെയും ഒരു നോർമൽ ആക്ഷൻ സിനിമയുടെ രീതിയല്ല അതിനുള്ളത്. നായകനായ മോഹൻലാൽ സിനിമയുടെ 40% സീനുകളിൽ പോലും വരുന്നില്ല എന്നതുകൂടി ഓർമ്മിക്കണം. ഒരുപാട് എന്തിന് ഒരുപാട്, അതാണ് ഉള്ളതുപോലെ അത്രത്തോളം ട്രെൻഡ് സൃഷ്ടിക്കവേ. ചില ഐക്കോണിക് സീനുകളെല്ലാം ഇന്നും പല സ്റ്റാറ്റസുകളും എന്റെ പിള്ളേരെ തൊടുന്നോടാ എന്ന് ചോദിച്ചുകൊണ്ട് പോലീസിന്റെ നെഞ്ചിലേക്ക് കാലെടുത്ത് വെക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഈ തെലുങ്കിലേക്കെല്ലാം റീമേക്ക് ചെയ്തു പോയപ്പോൾ ഇരിക്കേണ്ടി വന്നു. എന്നിടത്തിൽ നിന്നും വായിച്ചെടുക്കാം മോഹൻലാൽ എന്ന ആക്ടറുടെ റേഞ്ച് എന്താണെന്ന്. അത് മോഹൻലാലിന്റെ നടനല്ല, അവിടെ മോഹൻലാലിന്റെ ഫ്ലെക്സിബിലിറ്റി സമ്മാനിച്ചത് ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കോമഡി ഉത്സവത്തിൽ ഒരു ആരാധിക ഫൈറ്റ് സീനിലേക്ക് അത്രത്തോളം ആവേശത്തോടെ പറഞ്ഞതും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പറയേണ്ടി വരും. ഞാൻ തലയിലടാ തലയെടുக்கிறവൻ, ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല, അങ്ങനെ എണ്ണമറ്റ രോമാഞ്ചം തന്ന ഡയലോഗുകൾ. കർഷകനല്ലേ വേണം, അതെ മറക്കരുത്. എന്തുകൊണ്ടും ആ എന്റെ ക്രെഡിറ്റ് തന്നെയായിരിക്കും. നിന്നിറങ്ങി തന്റെ വലം കൈ സയ്യിദ് മസൂദിൽ നിന്നും ഫോൺ വാങ്ങി ഖുറേഷി എബ്രഹാം എന്ന് പറഞ്ഞുകൊണ്ട് കാലിൽ കയറുന്ന ആ ക്ലൈമാക്സ് ഒക്കെ ഒരു ആരാധകന് നൽകിയത് അവന്റെ ജീവിതത്തിലെ തന്നെ ബെസ്റ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ്. അതെല്ലാം കണ്ടു കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആവശ്യത്തെ പറ്റിയൊന്നും പറയേണ്ടതില്ലല്ലോ. നിങ്ങളിൽ ഓരോരുത്തരും അത് അനുഭവിച്ചതാണ്. അന്ന് വാട്സാപ്പിൽ ഈ സീൻ മാത്രം സ്റ്റാറ്റസ് ഇട്ട് പടം കാണാൻ പോകാനിരുന്ന നമ്മളെ ഓരോരുത്തരെയും വെറുപ്പിച്ച കൂട്ടുകാരെയും നിങ്ങൾക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ടാകും. അതെ, നമുക്കന്ന് ലഭിച്ചത് കേവലം സിനിമാറ്റിക് മാജിക് മാത്രമല്ല, നമ്മുടെ ഉറക്കങ്ങളിൽ പോലും ആവേശം സമ്മാനിച്ച ലൈഫ് ടൈം ഗൂസ്ബംപ്സ് ആണ്. യെസ്, ദ പെർഫെക്റ്റ് കൊമേഴ്ഷ്യലൈസ്ഡ് വൺ.
എന്താ ഈ സീനൊക്കെ അല്ലേ? ഓ ബൈജുന്റെ നെടുവീർപ്പിന്റെ അതന്നെ, തെറ്റിയിട്ടില്ല. അതുവരെ പ്രതീക്ഷിക്കുന്ന സാധനമല്ലല്ലോ. ഒന്നിന്റെയും ഒരു അവസാനമല്ല. ഒരു ട്രയോളജിയാണെന്ന് പറയുന്ന സീരീസിൽ ഇനി വരാൻ കിടക്കുന്നത് എബ്രഹാം ഖുറേഷിയാണ്. അയാളുടെ അധോലോകമാണ്. മലയാള സിനിമ ഇന്ന് ഏറ്റവും അധികം കാത്തിരിക്കുന്നത് അവന്റെ വരവിന് വേണ്ടിയാണ്. അന്നുള്ള പോലെയുള്ള ഒരു അവസ്ഥയിലാണ് ഇന്നും നമ്മുടെ ലാലേട്ടൻ. ഫ്ലോപ്പുകളുടെ ഒരു നീണ്ട നിരയാണ് ഇന്ന് അയാൾക്കുള്ളത്. ഒരു തിരിച്ചുവരവ് അത്യാവശ്യമായ സമയം. എന്നാൽ ഇവിടെയൊന്ന് സംശയങ്ങളില്ല. അതിന് കാരണം പൃഥ്വിരാജ് എന്ന ബ്രാൻഡ് ഡയറക്ടർ തന്നെയാണ്. ഒപ്പം ആദ്യ ഭാഗത്തിനുള്ള കൾട്ട് ഫാൻ ബേസും. അതിനെല്ലാം ഉപരി മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം ഒരുപോലെ കാത്തിരിക്കുന്ന മോസ്റ്റ് അവൈറ്റഡ് മലയാളം മൂവി എന്നാണ് ലൈനും. അതെ, നമുക്ക് കാത്തിരിക്കാം എബ്രഹാം ഖുറേഷിയുടെ സമ്പൂർണമായ ആവിഷ്കാരത്തിനായി, സമ്പൂർണ്ണാധിപത്യത്തിനായി, തിരിച്ചുവരവിനായി. Yes, it's the time for real redemption. It's the time for real carnage. Fasten your belts. Here arrives the goosebump rushing Emuran. Oh. വാടാ. ഗമ്മോ. നമ്മളെക്കാൾ ചെറിയ ഇൻഡസ്ട്രി നമ്മൾ വിശ്വസിക്കുന്ന കണ്ണടയിൽ നിന്ന് KGF ഉണ്ട്. അതെങ്കിലും നമുക്ക് ചെയ്യണം. അത്രേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്നു. കണ്ടോളി മക്കളെ. എന്തെങ്കിലും ഉണ്ടോ? നമ്മളും ചെയ്യും. ശരി, ഞാൻ വണ്ടടിച്ചിരിക്കുന്നു കേട്ടോ. തുടക്കത്തില് ആവേശം കഴിഞ്ഞിട്ട് ആവേശം കൊണ്ട് മാറിയിട്ട് പിന്നെ അതിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. സാധനം ഇത് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ അർജന്റീന കപ്പടിച്ചില്ലേ, അതിന് മുൻപ് നമുക്കുള്ള ഒരു വികാരം ഉണ്ടല്ലോ, അത് അർജന്റീന ഫാൻസിന് മാത്രമേ അറിയുള്ളൂ. ആ ഒരു ഫീലാണ് കിട്ടണം. എന്നാൽ ഒരു വലിയൊരു സ്വപ്നമാണത്. അത് വലിയൊരു കടമ്പ മറികടന്ന് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ? അത് നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വികാരം എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ശരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ അർജന്റീനന്റെ ഫാൻസ് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് ഫൈനലിലൊക്കെ വരും പൊട്ടിപ്പോവായിരുന്നു. ആ ഒരു സമയത്ത് ഞങ്ങൾക്കറിയാം നമ്മുടെ അന്നത്തെ സിറ്റുവേഷൻ എന്താന്ന്. അതിനുശേഷം കപ്പം കടിച്ചപ്പോ കിട്ടിയൊരു സന്തോഷം ഉണ്ടല്ലോ, അത് ജീവിതത്തിൽ ഒരിക്കലും ഇനി അങ്ങനത്തെ ഒരു സന്തോഷം ഉണ്ടാവും തോന്നുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് മെസ്സിയുടെ കരിയറിൽ എപ്പോൾ തോൽക്കുന്നോ അന്ന് അത് അവസാന കളിയാണ്. അതെ, അതുപോലെയാണ് ഇപ്പോൾ. അതായത് ഇനി ഇതിൽ പൊട്ടിയാൽ ഇനിയൊരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ഇനിയൊരു സിനിമ ഏത് എന്നുള്ളത് നമ്മുടെ മുന്നിൽ അങ്ങനെ സിനിമ ഇല്ല. അത് വലിയൊരു ചോദ്യമാണ് ശരിക്കും. ലാലേട്ടന്റെ കരിയറിൽ ലാലേട്ടൻ ഇതേപോലെ നിന്ന സമയത്താണ് ഇപ്പൊ പറഞ്ഞ പോലെ ലൂസിഫർ വരുന്നത്. അതിൽ നിന്നാണ് ഒരു പോക്കങ്ങ് പോയത്. പിന്നെ ഇതാ അടുപ്പിച്ച് കുറെ സിനിമകൾ വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെ എത്തിയിരിക്കുന്നു. ഇനി ഒരു തിരിച്ചുവരവ് വരുന്നത് ശരിക്കും എമ്പുരാനിലാണ്. അത് ശരിക്കും നമ്മൾ കണ്ണും നട്ട് നോക്കിയിരിക്കുകയാണ്. ഇത് അന്ന് ആഘോഷിച്ച പോലെ തന്നെ നമുക്ക് വീണ്ടും ആഘോഷിക്കാനുള്ള സമയമായിരിക്കും. അതായത് അർജന്റീന കപ്പടിച്ചപ്പോ നമ്മൾ ആഘോഷിച്ചില്ലേ, അതേപോലെ രാത്രി തന്നെ ഷോ ഉള്ളെങ്കിൽ രാത്രി തന്നെ നമുക്ക് ആഘോഷിക്കാം. നമ്മൾ ഈ ഇരുത്തിരിക്കുക, ആദ്യം ഇരിക്കും, ഒന്ന് സമാധാനപ്പെടും, കൂളാവാ. എന്തൊക്കെ അതായത് നമുക്ക് ഇതുവരെ കിട്ടിപ്പോന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് കുത്തുവാക്കുകൾ, അപമാനം, പിന്നെ ഈ അപമാനം കിട്ടിയതിന് ശേഷം ലാലേട്ടൻ്റെ മുഖം ഓർക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരം കിട്ടുമ്പോൾ നമുക്കൊരു ഫുൾഫില്ലായിട്ടുള്ള ഒരു സമാധാനത്തോടുള്ള ഒരു ശാന്തി, അതാണ് ആദ്യം ആവശ്യം. അതിന് ശേഷമാണ് പൊട്ടിത്തെറിയുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അതേപോലെ കണ്ടു. അതായത് ലാലേട്ടനും സിദ്ദീഖും ഇരിക്കുന്ന ഒരു വീഡിയോ. അതിൽ സിദ്ദീഖ് പറയുന്ന ഒരു സംഭവമുണ്ട്. ലാലിൻ്റെ സിനിമ ഒരു കുറേ എണ്ണം അടുപ്പിച്ചങ്ങ് പരാജയപ്പെടും, പൊട്ടിപ്പോവും. അപ്പോഴേക്കും ലാലിനെ പല രീതിയിൽ ചീത്ത വിളിക്കുന്ന പല ആൾക്കാരുണ്ട്. പക്ഷെ ഒരൊറ്റ പടം മതി. അതെ, സിദ്ദീഖ് ലാലേട്ടനെ ഇരുത്തിക്കൊണ്ട് പറയാം, അത്രേ ഉള്ളൂ. ഒരൊറ്റ പടം മതി, അത് തിരിച്ചങ്ങ് പോവും. ഒരു പോക്ക്, അത്
നമ്മളും അങ്ങനെ തന്നെ ആ സാധനമാണ് നമ്മളും പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതായത് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ നെഗറ്റീവും മാറിയിട്ട് ഒരു കയറ്റം, അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സംഭവം കേട്ടോ. നമ്മളൊക്കെ അതായത് മോശം സിനിമകൾ വന്നപ്പോൾ ലാലേട്ടനെ വിമർശിച്ചിട്ടുണ്ട്. അത് വളരെ വേദനയോടെയാണ്. അതെ, അതിനൊക്കെ മറികടന്ന് അതിന് മുൻപിൽ ഇങ്ങനെ ഒരു വലിയ സംഭവം ഇങ്ങനെ വന്നു നിൽക്കണം. അത് എമ്പുരാൻ, അത് എമ്പുരാൻ എന്ന സിനിമയായിരിക്കണം. അപ്പോൾ ആഗ്രഹിക്കുകയാണോ? അതെ, അത് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നുള്ളതും ഒരു പിടുത്തമല്ല, എന്തെങ്കിലും അത് കാണിച്ചു കൊണ്ടു. സത്യമായിട്ട് ഞാൻ അതിനകത്ത് ആ ലൂസിഫറിന്റെ സീൻ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നു, ഞാനിവിടെ സിനിമയ്ക്ക് പോയ സമയമാണ്. ഞാൻ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് സെക്കൻഡിനാണ് ഞാൻ കയറുന്നത്. അതായത് രാവിലത്തെ 9 മണിന്റെ ഷോ കഴിഞ്ഞിട്ട് 11:30 ഷോയ്ക്കാണ് ഞാൻ ചെല്ലുന്നത്. 11:30 12 അങ്ങനെ എത്ര കണ്ട ഞാൻ ചെല്ലുമ്പോ തിയേറ്ററിൽ നിക്കാൻ സ്ഥലമല്ല, അമ്മര് അവിടെ ഫുള്ള് നിറഞ്ഞു. ഫസ്റ്റ് ഷോയ്ക്ക് ശേഷം അത് ഇറങ്ങി വരുന്ന ആൾക്കാരൊക്കെ പറയുന്നത് ഒരു രക്ഷല അത്ര ഇത്. ഞാനാണെങ്കിൽ ഞങ്ങളൊരു 8-10 പേര് ഒരുമിച്ചാ പോണേ. ആഘോഷം എന്നൊക്കെ പറഞ്ഞ എന്റെ മോനെ എന്തായിരുന്നു അറിയാത്. ഞാനിതില് എനിക്ക് വലിയൊരു സ്പോയിലർ അടിച്ചിട്ടാണ് ഞാൻ ആ സിനിമ കണ്ടത്. അതായത് ലാസ്റ്റ് വരുന്നൊരു സാധനല്ലേ, ടൈലൻഡിലുള്ള സാധനം. അയ്യോ, ഞാൻ ഫേസ്ബുക്കിലാണോ ഇൻസ്റ്റയാണോ സംശയം അറിയില്ല. ഞാൻ ക്ലിപ്പ് കണ്ടതിന് ശേഷമാണ് എൻ്റെ പൊന്നെ, അതൊരു സത്യമാണ്, ഈ സിനിമയിലുള്ളതാണോ ഇത് എന്നുള്ള രീതിയിലാണ് ഞാൻ ആ സിനിമക്ക് പോയത്. അന്ന് എനിക്ക് സിനിമയോടുള്ള മൊത്തത്തിലുള്ള ഒരു സമീപനം കുറച്ച് പിന്നോട്ടായിരുന്നു. അന്ന് മൊത്തത്തിൽ കരിയർ ഒന്ന് സെറ്റാക്കണം, PSC, പോലീസ്, അതിനുള്ള ആ ഒരു മൈൻഡിലായിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പോൾ ആ പഴയ പിന്നിൽ നിൽക്കുന്ന ഒളിച്ചു നിൽക്കുന്ന ആ ഒരു കുട്ടി ഉണ്ടല്ലോ, സിനിമയെ സ്നേഹിക്കുന്നേ, ഓടിങ്ങ് വന്നു. എന്നിട്ട് എൻ്റെ കയ്യിലാണ് പിടിച്ചു, വാടാ പോടാ നമുക്ക് തിയേറ്ററിൽ പോവാന്ന്. സത്യമായിട്ടോ, ഇത് എൻ്റെ അമ്മോ. പല ആൾക്കാർ ഇപ്പൊ നമ്മള് ഈ എമ്പുരാന്റെ ഇത് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ലാലേട്ടന്റെ ഒരു നല്ലൊരു സാധനം ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് കമന്റുകൾ വരും. ഇന്നലെയും കൂടി വന്നിട്ടുണ്ട്. നിങ്ങളുടെ മുഖത്ത് ഭയങ്കര എന്താ സങ്കടമാണല്ലോ. ഞങ്ങള് അത് ചിലപ്പോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കും കേട്ടോ. അത് സങ്കടം കൊണ്ടല്ല, അതെ നമുക്ക് പൂർണ്ണമായും ഉള്ളു തുറന്ന് ചിരിക്കാൻ പറ്റുന്നില്ല. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇനി ഇതുള്ളു നമുക്ക്. അതാണ് അവസാന വേൾഡ് കപ്പ്. അങ്ങനെയാണ് മെസ്സിയോടുള്ള അതേ സാധനം, അവസാന വേൾഡ് കപ്പ്. ഇനി ഇതില് പിഴച്ച കഴിഞ്ഞു, അത് വിരമിക്കലാണ് ശരിക്കും. സത്യമായിട്ടും. പിന്നെ മറ്റൊന്ന് സംഭവിക്കണം. അപ്പോൾ ഇനിയും കുത്തുവാക്കുകളും വേദനിപ്പിക്കുന്ന ഒരുപാട് കളിയാക്കലുകളും ഇനി നേരിടാൻ വയ്യ. അത് വേറെ സത്യമാണ്. നമ്മള് മറ്റുള്ളവർ ചിലപ്പോൾ അല്ലെങ്കിൽ പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവും, മമ്മൂക്കേന്റെ സിനിമകൾ മാത്രം പോസിറ്റീവ് പറയുന്നു. അത് അങ്ങനത്തെ സിനിമകളാണ് വരുന്നത്, പോസിറ്റീവ് പറയേണ്ട സിനിമകളാണ്. പക്ഷെ ആ സമയത്ത് ലാലേട്ടന്റെ സിനിമകൾ വരുന്നതൊക്കെ ലാലേട്ടനെ കൊണ്ടുപോയിട്ട് നശിപ്പിച്ചേക്കുന്ന സിനിമകളാണ്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നിൽക്കുന്ന, അല്ലാതെ ലാലേട്ടനോടുള്ള ഇഷ്ടത്തിന്റെ കുറവോ അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഇഷ്ടം കൂടുതലോ അങ്ങനത്തെ ഒരു സംഭവമില്ല. 2 സിനിമകളാണ് നമ്മള് ലാലേട്ടൻ്റെ പോസിറ്റീവ് പറഞ്ഞത്. അതെ, ഒന്ന് നേര്, പിന്നെ മറ്റൊന്ന് ജയിലറും. ഇത് രണ്ടും അല്ലേ ആളിത് വിജയിച്ചതായിട്ടുള്ളതും. ഈ വെറുതെ ഒന്ന് ലിസ്റ്റ് എടുത്ത് വേറെ ഏതാ വിജയിച്ചിട്ടുള്ളത്? നല്ലത് പറയേണ്ട സാധനം, അതായത് വിജയിച്ച സാധനം നമ്മള് നല്ലത് പറഞ്ഞിട്ടുണ്ട്. നല്ലത് പറയാനല്ല, സംശയം വല്ലതും ഉണ്ടെങ്കിൽ ജയിലറിന്റെ ഒക്കെ റിവ്യൂ കിടപ്പുണ്ട്. റിവ്യൂവിന് ശേഷം എടുത്ത് നോക്കിയാൽ റിവ്യൂവിന് ശേഷമുള്ള എത്ര വീഡിയോ. അത് ശരിയായിരുന്നു കേട്ടോ. ജയിലറിന്റെ റിവ്യൂ ചെയ്യാൻ നേരത്ത് സൗണ്ട് ഇല്ല, തൊണ്ട അടഞ്ഞിട്ട് മറ്റേ കാറി കൂയിട്ട്. എന്റെ ഈ മോതിരല്ലേ ഞാൻ എടുത്തുകൊണ്ടത് സ്ക്രീനിന്റെ മുന്നിന്നാ ഊരി തെറിച്ചു പോയി. സത്യം. എന്നാ അത് ആവേശം എന്നൊക്കെ പറഞ്ഞ എന്റെ മോനെ, അതിന്റെ അപ്പുറമായിരിക്കും എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ വരുമ്പോൾ ആവേശം. എന്താണ്, ഈ കട്ട വെയിറ്റിംഗ് ആണ് എല്ലാരെയും പോലെ തന്നെ. എന്തായാലും ടെൻഷനും ഉണ്ട്, എന്നാലും പ്രതീക്ഷ ഭയങ്കര തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാം. അപ്പം ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.